അതുകൊണ്ട് അച്ഛമര്യാദ പ്രാർത്ഥിച്ചിരിക്കാൻ എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത് അഹങ്കാരി. അപ്പൊ തുടങ്ങാല്ലേ. ഈ രേണുസുതിക്ക് വീട് കൊടുത്ത ആ ബിഷപ്പില് നോബൽ ഫിലിപ്പ് അമ്പലവയലിൽ പണി വരുന്നുണ്ടവർ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു രേണുസുതിക്ക്. ഇഷ്ടദാനം തന്ന വസ്തു റദ്ദാക്കി തിരിച്ചു തരണം എന്നുള്ള നോട്ടീസാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമായി. നോബൽ ഫിലിപ്പിനെ ബിഷപ്പ് എന്ന് പറഞ്ഞ വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ അടിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ മൂപ്പര് ഇത്രയെങ്കിലും ചെയ്യേണ്ട ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. അതായത് ഒരു വസ്തു ദാനമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ കടുത്ത നന്ദികേട് എന്ന് പറയും. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതി. രേണുസുതിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പല്ലേ ബിഷപ്പാമ്പ്? അതന്നെ ഞാൻ പറഞ്ഞ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഈ ബിഷപ്പിന് കുറച്ചു കാലമായിട്ട് രേണുസുതിയുടെ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആർമിക്കാർ കയറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നീ ഒരു അറിയാണ്ടടാ. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിന് നല്ല ഇതൊരു കമന്റ്. നിക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇങ്ങനെ ഒരു ജന്മം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് മടുപ്പിച്ച് അവരെ പിന്മാറ്റുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. നോബൽ ഫിലിപ്പ് അമ്പലവയലിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുതിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ വരികയാണ്. അദ്ദേഹം ഒരു പരാതി പോലീസിന് കൊടുത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവിനെ ഇത്രയും ആക്രമിച്ച് കയറണോ എന്നീ ആക്രമിക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം. നിനക്ക് മാപ്പില്ല കുറിപ്പ്. നിങ്ങൾ മനുഷ്യനോ മൃഗം? ഞാൻ പറഞ്ഞു അച്ഛൻ ദാനം കൊടുക്കുന്നത് നല്ല പുണ്യ പ്രവൃത്തിയാണ്. ഒന്നും മിണ്ടാതിരിക്കണം പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. സുധി ജീവിച്ചിരുന്ന കാലത്തും ഇവർ ഇതേപോലെ പലരുടെയും കയ്യിൽ നിന്ന് സുധി ആണെങ്കിലും രേണു ആണെന്നുണ്ടെങ്കിലും കാശും മേടിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞ് വേറെയും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇവരുടെ ഒരു സ്ഥിരം പോക്കായിരുന്നു. ആരോടും പറയല്ലേ. ആങ്കർമാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. മുറ്റത്തോട്ട് പോയാൽ വീഡിയോ ഇടും, പെരക്കകത്ത് കയറിയ വീട്. ഋതപ്പൻ മൂത്രം ഒഴിച്ചാൽ അത് വീഡിയോ. ഋതപ്പൻ കൈപൊക്കിയ വീഡിയോ, രേണുസുതി ഉമ്മ കൊടുത്ത വീഡിയോ. ഇങ്ങനെ കൊടുത്ത് രേണുസുതി എവിടെ കൊണ്ടെത്തിച്ചു? ഇന്ത്യയിലെ വലിയ ബിഗ് ഷോയിലേക്ക് കൊണ്ട് കയറ്റിവിട്ടു. സോഷ്യൽ മീഡിയയിലുള്ള ബഹുമാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന് നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ. അവന്റെ മോദം കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. സുധിയിലൂടെയാണ് ഇവർ അറിയപ്പെട്ടത്. സുധിയുടെ മൂന്നാം ഭാര്യയായിട്ട് അറിയപ്പെട്ടു. അങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ത്രീയെ സുധിയുടെ മരണത്തോടു കൂടി മനുഷ്യർ അറിയാൻ തുടങ്ങി. അറിഞ്ഞു എങ്ങനെ എന്റെ കുഞ്ഞിന് ടോയ് ഇല്ല, എന്റെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല, ഞങ്ങൾക്ക് റേഷൻ കടയിൽ അരിയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന. അങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. രണ്ടായാലും ഉപകാരം നമുക്കാണ്. ഇതെല്ലാം കണ്ട് ഹൃദയത്തിൽ മനസ്സിലുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പണം അയക്കാൻ തുടങ്ങി. ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി, ടോയ്കൾ അയക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി, നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്നവർ പണം അയക്കാൻ തുടങ്ങി. ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും. സുധിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോൾ എന്തോ പറഞ്ഞു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു, സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അയാൾക്ക് എത്രത്തോളം സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുന്നതിന്റെ ഒരു കാരണം ഇവർ തന്നെയാണെന്നുള്ളത് ഇവർ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിലുണ്ട് കേട്ടോ, എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ ബിഷപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വ്യക്തിയല്ല അപമാനിക്കുന്നത് രേണു. നിങ്ങൾ അപമാനിക്കുന്നത് ദ എൻറ്റയർ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആരാധിക്കുന്ന ആ സ്ഥാനത്ത് 4 കഷ്ണമാക്കിട്ട് കാലെ പിടിച്ച് ആൽക്കുന്നുണ്ടല്ലോ. ആ ബിഷപ്പ് ഇന്നലെ ആ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്റെ പേർക്ക് പരാതി കൊടുത്തു. പ്രതികരിക്കും. ഇനിയും എന്നെ കൈ വിലക്ക് വെച്ച് തൂക്കി കൊല്ലാൻ വിധിച്ചാലും ഞാൻ പ്രതികരിക്കും. ബിഷപ്പിന്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണം. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അല്ലാതെ ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും തട്ടിപ്പറിയോ ഒന്നും ചെയ്തിട്ടില്ല. മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിന്റെ അടുത്തും കുടുംബത്തിന്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വാഗ്മൂലം എഴുതി കൊടുത്തിട്ടാണ്. എന്ത് കണ്ടിട്ടാടി ഈ അഹങ്കാരം? അതിലും അവിടെ ചെന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന എല്ലാ സാധനവും കട്ട സപ്പോർട്ടാണ് കാര്യം ഞാൻ പറയുന്നത്. കട്ട സപ്പോർട്ടായിട്ട് വർത്താനം പറയല്ലേ, മനസ്സിലായോ? ഓ ഇനി ഇത് ആവർത്തിക്കരുത്.
ആരും കണ്ടിട്ടില്ല ദയവ് ചെയ്ത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. ഞാൻ അന്നേരം അത് ചോദിച്ചു, അന്നേരം പറഞ്ഞ അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ കളിയാക്കാവും. ഞാൻ പറഞ്ഞു സാറേ ആ അച്ഛനിട്ട് വീഡിയോ സാറ് കണ്ടു നോക്കി, സാർ ഇതല്ലേ അപ്പുറം പറയുന്നു പറഞ്ഞു. അപ്പൊ എന്തോ പറഞ്ഞ വീഡിയോ ആണ് ഞാൻ എന്താ മൊത്തം അഭിനയിച്ച് കാണിച്ചു. ഏതാ ചേട്ടാ ഞാൻ വന്നു ഇങ്ങനെ കാണിക്കുന്ന ഒന്നും തേങ്ങട്ടി ഇതൊക്കെ ഒരു വലിയ കാണിക്കുന്നത് ആക്ഷനൊക്കെയാണ്. എടാ ഇവള് നമ്മളെക്കാളും താറാടാ. ഞാൻ ഇതെല്ലാം പഴയ വിഷപ്പം എന്ന് പറഞ്ഞ പിന്നെ അനുഭവിക്കാൻ എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. ഈ ദാനം തന്ന ആളുകളെ മിനിമം റെസ്പെക്ട്, വേറെ മിനിമം അവരെ കാണുന്ന സമയത്ത് ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശമായ കാര്യങ്ങൾ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്ത് വെക്കുമ്പോൾ അവിടെ മിണ്ടാതിരിക്കുക, സൈലന്റ് ആവുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. നാളേക്ക് 40 വട്ടം എന്റെ കിച്ചു എന്റെ ഋതപ്പൻ എന്ന് പറയുന്ന രേണു സുധി. അറ്റ്ലീസ്റ്റ് ആ സുധിയെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യം ആലോചിച്ച് ഈ വീടിന്റെ കാര്യം ഒഴിവാക്ക്. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.